ഒരുപാട് വിമർശന ശരങ്ങളേറ്റ് തളർന്നപ്പോഴും വിശ്വാസത്തെ മുറുകെ പിടിച്ച് തന്റെ അവസരത്തിനു വേണ്ടി കാത്തിരുന്ന യോദ്ധാവാണ് സഞ്ജു സാംസൺ. ഇതാ സെമി ഫൈനലിലേക്ക് രാജ്യം കടന്നപ്പോൾ അതിന് കാരണക്കാരനായ സഞ്ജു സാംസൺ എന്ന മലയാളി വിജയക്കുതിപ്പ് നൽകിയ ശേഷം പിച്ചിന്റെ നടുവിൽ നിന്ന് കുരിശു വരച്ചത് വിശ്വാസലോകം ഏറ്റെടുക്കുകയാണ്. കഴുത്തിൽ കൊന്തയിട്ട സഞ്ജു, മൈതാനത്ത് കുരിശു വരച്ച സഞ്ജു, യേശുക്രിസ്തുവിനെ പരസ്യമായി ഏറ്റുപറഞ്ഞ സഞ്ജു. ഇത്തരമൊന്ന് മാസങ്ങൾക്ക് മുൻപ് നാം കണ്ടു. ജമീമ റോഡ്രിഗസ് കളിക്കളത്തിൽ തനിക്ക് വേണ്ടി യുദ്ധം ചെയ്ത ഈശോയെ പ്രകീർത്തിച്ച് വിജയത്തിന് ശേഷം ഗ്രൗണ്ടിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച ജമീമ. യഥാർത്ഥ വിശ്വാസികൾ അങ്ങനെയാണ്. ഏതു സാഹചര്യത്തിലും തന്റെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കും. അത് മറ്റാരെയും ഇകഴ്ത്തി കാണിക്കാനല്ല. 2015 തുടങ്ങിയ യാത്ര സഞ്ജു സാംസന്റെ. യോഗ്യതയില്ലാത്തവർ പോലും ടീമിനുള്ളിൽ കടക്കുമ്പോൾ അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് വിമർശനങ്ങൾ, പരിഹാസങ്ങൾ എല്ലാം കേട്ട് തല താഴ്ത്തി നിന്നപ്പോഴും സഞ്ജുവിന്റെ മനസ്സിൽ ക്രിക്കറ്റ് മാത്രം. രോഹിത്തിനെയും വിരാടിനെയും കുറിച്ച് സഞ്ജു പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞാൻ 60 കളികളെ കളിച്ചിട്ടുള്ളൂ, പക്ഷേ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും 100 കണക്കിന് മത്സരങ്ങൾ പെർഫെക്റ്റായി കളിക്കുമ്പോൾ തങ്ങളുടെ ജോലി ചെയ്യുന്നത് ഞാൻ കണ്ട് പഠിക്കുകയായിരുന്നു. ഗ്രൗണ്ടിലിറങ്ങി കളി ജയിപ്പിക്കാൻ ഞാൻ പഠിച്ചത് അവരിൽ നിന്നാണ് എന്ന്. ഓരോ കായിക താരവും പഠിക്കേണ്ട ഒരു ആറ്റിറ്റ്യൂഡ്. ഈ ദിവസത്തിനു വേണ്ടി എന്നെ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ചതിനു വേണ്ടി നന്ദി പറയുന്നു എന്നാണ് തന്റെ വിജയത്തിന് ശേഷം സഞ്ജു പ്രതികരിക്കുന്നത്.